നാങ്കുളം ശ്രീ കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം അവനിശ്ശേരി. ഇവിടുത്തെ കുളത്തിലാണ് ഞാൻ ഇതിൽ വിളിച്ചതിൽ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുന്നു. മൂന്ന് അമ്പലങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ അല്ലേ? എന്താ വെച്ചാൽ ദേവി പറയുന്നത് അതിന് മുമ്പ് എനിക്കൊന്നും ആരും ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ്. അതാണ് സങ്കല്പം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഈ നാങ്കുളം ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ ഈ ബോർഡ്? നാങ്കുളം ശ്രീ കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം അവനിശ്ശേരി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു. കാർത്തിക മഹോത്സവമായിരുന്നു. ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു. അതിൽ ആദ്യ ദിവസം നമ്മൾ വന്നു. അതിൻ്റെ പരിപാടികളുടെ ഉദ്ഘാടന ദിവസം വന്നിട്ട് ഞങ്ങൾ ആദ്യ പൊങ്കാലയുടെ കൂപ്പൺ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്കായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നു. പിന്നെ സിനിമാ താരം വിനീത് വിശ്വം മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനമായിരുന്നു. പിന്നെ മുഖ്യാതിഥി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അങ്ങനെ വന്നു. ഞങ്ങൾ ആ പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു പൊങ്കാല ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് ആദ്യം കാണാം. വിശേഷ വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൊടും ചതി, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളങ്ങനെ സ്റ്റേജിലൊക്കെ വിളിച്ചിരുന്നത്. ഈ വിനീത് വിശ്വത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയാണ്. അത് ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കെങ്കിലും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്വദേശം നമ്മുടെ അവനിശ്ശേരി തന്നെയാണ്. അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ ഭീമൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ ഈ നാട്ടുകാരനായ വിനീത് വിശ്വത്തെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരിശ്രീ നരേന്ദ്രനെ പറ്റി ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് വലിയ പ്രസംഗം നടത്തേണ്ട കാര്യമില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി ഭരണകർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത അദ്ദേഹം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന, അവനിശ്ശേരിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഒരു പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വളരെ പ്രശസ്തരായിട്ടുള്ള അജു സുബേലിൻ്റെ എന്ന ഒരു വ്ളോഗർമാരെ നിങ്ങൾ ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അവരെ അറിയുന്നുണ്ടായിരിക്കും. കാരണം കുക്കറി, അതുപോലെ വിനോദം, ട്രാവലിംഗ് തുടങ്ങിയ വളരെ പോപ്പുലറായിട്ടുള്ള വ്ളോഗുകൾ ചെയ്തിട്ടുള്ള അജു സരിത ദമ്പതികളാണ് ഇന്ന് ഇവിടെ ഈ 2024 ആദ്യ പൊങ്കാല കൂപ്പൺ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നത്. അജു സരിത ദമ്പതികളെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ശ്രീ കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം തൃക്കാർത്തിക മഹോത്സവത്തിലേക്ക് ഞാൻ ആദ്യമായി ക്ഷണിച്ചതിന് ഞാൻ
വളരെയധികം നന്ദി പറയുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ പലർക്കും അറിയുണ്ടാവില്ല ഞാനൊരു അതിശയിക്കാരൻ കൂടിയാണ്. കാരണം ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ എന്നോട് കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ കല്ലൂർമനയുടെ ഓപ്പോസിറ്റ് ആണ്. അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. അച്ഛനിപ്പം ഇല്ല. അപ്പോൾ ഞാനിവിടെ കൂടുതലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പകാലത്താണ്. ചെറുപ്പകാലത്ത് ഒരുവിധം എല്ലാ വെക്കേഷനും ഞാൻ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരുവിധം എല്ലാ അമ്പലത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ അമ്പലത്തിൽ കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടുത്തെ കുളത്തിലാണ് ഞാൻ നീന്തൽ പഠിച്ചതെന്ന് തോന്നുന്നു. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ചേട്ടന്മാരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നീന്താൻ വരാറുണ്ട്. അപ്പോൾ എനിക്ക് അന്നൊന്നും അവരോടൊപ്പം നീന്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മൂന്നാം കുഴിയിൽ ഇട്ടിട്ട് പിന്നാലെ പിടിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ നീന്താൻ പഠിച്ചു. അപ്പോൾ എൻ്റെ ഒരുമാതിരിപ്പെട്ട ചെറുപ്പകാലത്തെ വെക്കേഷനൊക്കെ ഞാനിവിടെ ക്രിസ്തീയ സാന്നിധ്യമായിരുന്നു. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇത്രയധികം ജനപങ്കാളിത്തം ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല, വളരെ കുറവാണ്. പ്രത്യേകിച്ച് കുട്ടികളും അവരൊക്കെ. കാരണം മൊബൈൽ TV എന്നൊക്കെ വിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ 10-12 വർഷമായിട്ട് നടന്ന ഈ പ്രോഗ്രാമിന് ഇത്രയധികം ജനപങ്കാളിത്തം, അത് ഭയങ്കര എല്ലാവരും ചിരിച്ച് പല്ലൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. എല്ലാവരും വെറുതെ വന്നിരിക്കില്ല, സന്തോഷമായിട്ട് വന്നിരിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നുള്ള വർഷങ്ങളിലും എനിക്ക് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ പരിപാടിയുടെ ഉത്സവ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഞാൻ ഔപചാരികമായിട്ട് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കണം, വിളിച്ചെങ്കിൽ ഞാൻ വരും. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറയുകയാണ്. താങ്ക് യു. രണ്ട് വാക്ക് പറയുന്നതിന് അയ്യോ, പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട് കൊല്ലൂരാണ്. സദ്യക്ക് കൂടുതൽ പറയണ്ട. സാധാരണ രീതിയിൽ എനിക്ക് ഉത്തരം കൊണ്ടുമ്പോൾ സദ്യക്കാണ് കൊടുക്കാറ്. അപ്പൊ അവള് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ കൂപ്പൺ ഏറ്റുവാങ്ങാൻ സാധിച്ചില്ല. അപ്പൊ ആദ്യത്തെ കൂപ്പൺ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്. ഷോർട്ട് ഫിലിം ഇല്ലേ? അതെ ഷോർട്ട് ഫിലിം. അതിലാണ് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ തണ്ണീർമത്തം കണ്ടപ്പോൾ അതിൽ പെട്ടെന്ന് മനസ്സിലായി ഇത് അതിൽത്തിയാണല്ലോ. പക്ഷെ കുഞ്ഞു സിനിമയിലും ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. സൂപ്പർ ശരണയിലും സൂപ്പറായിരുന്നു. അയ്യാം കാതലിൽ ഉണ്ടെന്ന് തോന്നൂല, പക്ഷെ പടം കണ്ടിട്ടില്ലേ? കാണാം. ട്രെയിലറിൽ കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കി അവനവൻ്റെ കുടങ്ങൾ വെള്ളമൊഴിച്ച് അരിയും കുടവും കഴുകി പാകത്തിന് വെള്ളമെടുത്ത് എത്രയും പെട്ടെന്ന് സജ്ജരാകുക.
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ അപ്പോൾ അങ്ങനെ കാർത്തിക മഹോത്സവം ഒരാഴ്ച നീണ്ടു നിന്ന പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ പ്രാവശ്യം വരണത്. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ പറയണോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഡെഡിക്കേഷൻ കണ്ട വീഡിയോയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ മൂന്നാം വട്ടം വന്നിരിക്കുകയാണ്. വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്ന് ശരിക്കും ഞങ്ങൾക്കായാലും കാണാനും പറ്റിയിട്ടില്ല, കാണിച്ചു തരാനായാലും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണുകയും വേണം, നിങ്ങളെ കാണിച്ചു തരുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലേ 3 അമ്പലങ്ങളുടെ ഒരു ഇതാണ്. ദേവീര ക്ഷേത്രം, പിന്നെ അവിടെ ശാസ്താവും മഹാവിഷ്ണു. അതിന് മുന്നേ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ശരിയാവില്ല. അതാ ആദ്യം മനോജിനെ പരിചയപ്പെടുത്തട്ടെ. ഇത് മനോജ്. ഞങ്ങൾ 1 മുതൽ 10 വരെ ഒല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചവരാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്, സതീർത്ഥരാണ്. മണികണ്ഠൻ മെമ്പർമാർ ഈ അമ്പലത്തിൻ്റെ. അപ്പം മനോജാണ് നമ്മളെ വിളിച്ചത്. അജു, നീ വലിയ യൂട്യൂബറൊക്കെ അല്ലേ, നമ്മുടെ അമ്പലത്തിലേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചത്. നമ്മളതിനെന്താ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള സാരിത് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, നമുക്കെല്ലാവരും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവിടുത്തെ ഒരു കൗതുകം എന്ന് പറയണതേ, നമ്മൾ സാധാരണ എവിടെ പോയാലും ഒരു അമ്പലം ഉണ്ടാവും, ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം ഒരു ആൽമരം ഉണ്ടാവും, കുളം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ആ അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ 3 അമ്പലങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ കണ്ടിട്ടില്ല എവിടെയും അല്ലേ? അല്ലേ? ആ അതെ അതെ. ഭയങ്കര ശാന്തതയാണ് കേട്ടാ ഈ അമ്പല പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പ്രത്യേക എനർജി കിട്ടും ഇവിടെ. ഒരു നല്ല ഇളം കാറ്റ്. ഈ തോർത്തെടുത്തിട്ടുണ്ടോ? ഇവിടെ ഒരു അപാരമായ ഒരു കുളം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നീന്തണമല്ലോ, അതിന് വേണ്ടിയിട്ട്. നീ ജിയഗാണ് നീന്താൻ പോണ, അച്ഛനെ നീന്താൻ പോണ്? ഞാൻ നീന്തണില്ലേ. അപ്പൊ മാറാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ? അതൊക്കെ ഊരിക്കളഞ്ഞിട്ട്. അപ്പോൾ അമ്പല പരിസരം കൂടെ നമ്മൾ നടക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയാനറിയില്ല. കാരണം ഇവിടുത്തെ പറഞ്ഞു തരാനുള്ള ആൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ മനോജും
കൂട്ടരാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് എന്തൊരു വലിയ കുളമല്ലേ, അങ്ങോട്ട് നീണ്ടത് വെറുതെ അല്ല. പുഴ പോലെയാണ് അമ്പലക്കുളം അല്ലേ. ആ ഇത്ര വലിയ അമ്പലക്കുളമാണല്ലേ. ഇതിലിങ്ങനെ ഇറങ്ങുക, ഇവിടെ ആ കഴുക്ക് പിടിച്ചെടുക്കാം. ആ സൈഡിലാണ് ഇറങ്ങാം. വേലിയേറ്റം വേലിയിറക്കം പോലെ അല്ലേ. അവിടെ നിന്ന് ഇറങ്ങാപ്പോ അവിടെ ഇറങ്ങാൻ ചെക്കും. അവിടെ ഇറങ്ങിയാൽ മതി. അവിടെ ആളുകൾ കുളിക്കും. ഇലകളും ആ ചവറുകളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞേക്കാം. അവിടെ നിന്ന് കാറ്റ് കയറും. അപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. മഹാവിഷ്ണു ക്ഷേത്രമാണിത്. അതൊന്ന് തൊഴുതിട്ട് വരാം. അമ്പോ മയില് ഇവിടെ ആ ഇതേ മയില് അയ്യ അപ്പുറത്ത് കിടന്ന്. നമ്മള് മയില് ചൂലന് ഒരു മയിൽ സംഘത്തിൽ പോയി ഒരു മയിൽ കണ്ടിട്ടില്ലേ. ഇത് പോണ ആള് ടടേ കണ്ട ഇത് അപ്പുറത്ത് ചാടി. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം, അതിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ കുളം. കുളത്തിലേക്ക് ഇതേ സൂര്യൻ താഴാൻ പോകുന്നു. എന്തൊരു ഭംഗിയാ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ഇങ്ങനെ ചേർന്ന് ഇവിടെ ശാസ്താവിൻ്റെ ക്ഷേത്രം. അങ്ങോട്ട് പോവാ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഈ 3 ക്ഷേത്രങ്ങൾ ഇങ്ങനെ വന്നതിന് പിന്നിൽ എന്തെങ്കിലും കഥയോ ഐതിഹ്യമോ എന്തെങ്കിലും ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് സമയം നമുക്ക് അറിയില്ല. കാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കാലത്തിന് അതീതമാണല്ലോ. ഈ ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ കാലത്തിന് അതീതമാണ്. പിന്നീട് കേൾവിയാണ് നമുക്കുള്ളത്. അതിൽ പറയപ്പെടുന്നത് ഈ കരിപ്പുക്കാവ് ഭഗവതിയുടെയാണ് ഈ സ്വത്തുകൾ മുഴുവൻ. ഈ അവണിശ്ശേരി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ കരിപ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആയിരുന്നു. പക്ഷേ അത് ഒരു വനദുർഗ സങ്കല്പമാണ്. വനദുർഗയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതായത് പ്രശസ്തി ഇഷ്ടമല്ല. അങ്ങനെയാണല്ലോ, ഈ വനത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്നവർ പുറത്തേക്ക് വരില്ല. അപ്പോൾ അന്തർമുഖിയായിട്ടാണ് ഇരിക്കുന്നത് അവിടെ. അപ്പോൾ അവർ ഇങ്ങനെ വർഷങ്ങളോളം അവിടെ ഇരുന്നു. ഒരു ഉത്സവങ്ങളോ അല്ലെങ്കിൽ അവിടെ ആനകളോ അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോകുന്നുള്ള വഴിപാടുകളൊന്നുമല്ല അവിടെ പ്രത്യേകത. അവിടെ എന്ന് പറഞ്ഞാൽ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഇരട്ടക്കുടം എന്ന് പറഞ്ഞൊരു വഴിപാട്. ഇരട്ടക്കുടം എന്ന് പറഞ്ഞാൽ 2 കുടങ്ങളിൽ മൺകുടങ്ങളിൽ അരി എടുത്ത് വേവിക്കുക. അപ്പോൾ തന്നെ അറിയാമല്ലോ അത് ശരിയായിട്ട് വേവില്ല. അത് നമ്മൾ കലത്തിലൊക്കെ വയ്ക്കുന്ന പോലെ വേവില്ല. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ കുടം പൊട്ടും. അപ്പോൾ കുടം പൊട്ടുന്നതിന് മുമ്പ് ഇത് തീയിൽ നിന്ന് എടുക്കും. ശരിക്കും വെന്തിട്ടില്ല. അതാണ് ആ ഭക്ഷണമാണ് ഇഷ്ടം. മനസ്സിലായില്ല? അതാണ് നേദിക്കുന്നത്. മറ്റതൊക്കെ അമ്പലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവിച്ച അതന്നെ. അതുകൊണ്ടാണ് ഈ 2 കുടം എന്നുള്ള സങ്കല്പമാണ് ഉള്ളത്. അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് നമ്മൾ മനസ്സിൽ നേരുന്നു. ഇപ്പം എന്തെങ്കിലും നമുക്ക് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിൽ നേരുന്നു. അങ്ങനെയാണല്ലോ, ആദ്യം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഒരു ഇരട്ടക്കുടം വഴിപാട് നടത്താം എന്ന് പറഞ്ഞ് കാര്യം നടന്നതിന് ശേഷമാണ് ഇവിടെ നടത്തുന്നത്. പല ക്ഷേത്രങ്ങളിലും അതിന് മുമ്പാണല്ലോ. നമ്മൾ കാര്യസിദ്ധിക്ക് വേണ്ടി ആദ്യമാണ് വഴിപാട് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, കാര്യം നടന്നതിന് ശേഷം മതി. അതെന്താ വെച്ചാൽ ദേവി പറയുന്നത് അതിന് മുമ്പ് ആരും ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ്. അതാണ് സങ്കല്പം. അങ്ങനെയാണ് ഈ കരിപ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയും അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഉത്സവമാണല്ലോ. പൊങ്കാല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ ആ പൊങ്കാല എന്നുള്ള സങ്കല്പം വരാൻ കാരണം അതിൽ നിന്നാണ് ശരിക്കും വന്നിരിക്കുന്നത്. അതാണ് ഭഗവതി ക്ഷേത്രം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് ഉള്ളിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ആനകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദ്യങ്ങളോ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോവാറില്ല. ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ആനക്കല്ല് എന്നുള്ള ഒരു സങ്കല്പം വന്നിരിക്കുന്നത്. ആനക്കല്ലായി മാറി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഒരു ഐതിഹ്യങ്ങളാണല്ലോ നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നാങ്കുളം, നമ്മളിപ്പോൾ നിൽക്കുന്നത് നാങ്കുളം വിഷ്ണു ക്ഷേത്രമാണ്. ഈ വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കുളത്തിലേക്കാണ് ദർശനം. കുളത്തിൽ ദർശനമുള്ള വിഷ്ണു ശരിക്കും നരസിംഹമായിട്ടാണ് അറിയപ്പെടുക. കുളത്തിലേക്ക് ദൃഷ്ടിയുള്ള വിഷ്ണുവിനെ നമ്മൾ എല്ലാം കൃഷ്ണൻ്റെ സങ്കല്പങ്ങളാണല്ലോ. അതിൽ കുളത്തിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നരസിംഹമാണ്. പക്ഷെ പൂജ മുഴുവൻ കൃഷ്ണൻ്റെ പൂജ തന്നെയാണ്. മനസ്സിലായില്ലേ? ആ നരസിംഹത്തിൻ്റെ ആയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലല്ല. പക്ഷേ ജലം കാണുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട്.
മനസ്സിലായില്ലേ? ഉഗ്രരൂപിയായിരുന്നു. പക്ഷെ അത് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒന്ന് തണുക്കും, ശാന്തനാവും. അതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുമ്പിൽ നാങ്കുളം എന്ന് പറയുന്നത് നാഗം കെട്ടിയ കുളം എന്നാണ് സങ്കല്പം. അതാണ് നാങ്കുളം എന്ന് വന്നത്. അതായത് പണ്ട് ഇവിടെ ഒരു കുളിക്കാൻ സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ തക്ഷകൻ വന്ന് ഇഴഞ്ഞു ഒരു കുളമായിട്ട് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അല്ല, കണ്ടില്ലേ, നേരെ ഇങ്ങനെ നിൽക്കുന്നത്, അതന്നെ പുഴ പോലെ നിൽക്കുന്നത്. അപ്പോൾ അതാണ് നാങ്കുളം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഇത് രണ്ടുമാണെങ്കിലും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രശസ്തി ശാസ്താവിനാണ്. കാരണം എന്താ വെച്ചാൽ ശാസ്താവാണ് ഇവിടെ പെരുവനം മാകാട്ടുപുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെരുവനം മാകാട്ടുപുഴ ദേവമേളയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നത് ശാസ്താവാണ്. പുറത്തേക്ക് പോകുന്നത് മുഴുവൻ ശാസ്താവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശാസ്താവാണ് ഈ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ ശാസ്താവിൻ്റെ പേരിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അയ്യപ്പൻ എന്നൊക്കെ പറയും. അയ്യപ്പൻ്റെ വേറെ രൂപമാണല്ലോ, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ വേറെ രൂപമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് മൂന്നും കൂടിയ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ. പണ്ട് ഈ പ്രദേശം മുഴുവൻ ഇവിടെ ഈ കരിപ്പുക്കാവ് ഭഗവതിയുടെ ആയിരുന്നു. പിന്നീട് ഇതൊക്കെ 57 ഭൂനിയമമൊക്കെ വന്നപ്പോൾ മാറിപ്പോയതാണ്. എന്തായാലും എന്താ പറയുക, ഒരു മനസ്സിനു ശാന്തത കിട്ടുന്നതാണ് പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതെ, പോസിറ്റീവ് എനർജി അത് നമുക്ക് അതിൽ നിന്നാണ് വരാൻ കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, ആൾക്കാർ വന്ന് തൊഴുത് പോകുന്നു. ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് വിളിക്കാറില്ല കേട്ടോ. സ്വയം വരുന്ന ആൾക്കാർ, അറിഞ്ഞ് കേട്ട് വരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെയാണല്ലോ. അന്ന് പിന്നെ ആ പൊങ്കാലയുടെ അന്ന് 10 മണി വരയ്ക്കും ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്ന് മഴയൊക്കെ നിന്നു. അതെ, മഴയൊക്കെ നിന്നു. അതെ, അപ്പോൾ പറയുന്നത് ശരിക്കും പറയാൻ നമ്മൾ ഒരു കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടെന്നാണ്. ശബരിമലയിലൊക്കെ അങ്ങനെയാണല്ലേ, ശരണമയ്യപ്പ എന്ന് സംസാരിക്കാത്ത കുട്ടി സംസാരിക്കുന്നത് അത് കൂട്ടമായിട്ടുള്ളൊരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയിലാണ്. അത് കിട്ടിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് അതല്ലേ പറ്റുള്ളൂ. എന്തായാലും സന്തോഷമുണ്ട് നിങ്ങൾ വന്ന് ഇവിടെ വന്ന് ഇത് കണ്ടത്. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. വാസുദേവൻ നമ്പൂരിപ്പാട് എന്നാണ്. കല്ലൂരുമന എന്ന് പറയും. അതന്നെ അവിടെ. അതെ, എൻ്റെ വീട് ഇതാണ്. ഞങ്ങളിങ്ങനെ പലതായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ 7 ഊരാളന്മാരുടെ അമ്പലമായിരുന്നു. പണ്ട് നമ്പൂതിരിമാരുടെ ആയിരുന്നു ക്ഷേത്രങ്ങൾ മുഴുവൻ. പക്ഷെ ഇന്ന് നാട്ടുകാരാണ് കൊണ്ട് നടക്കുന്നത്. 7 ഇല്ലങ്ങളാണ് ഈ എന്താ പറയുക ഈ അമ്പലം മുഴുവൻ പ്രതിഷ്ഠയും അതിൻ്റെയൊക്കെ തന്ത്രിയും. അപ്പോൾ പക്ഷേ ഇപ്പം നാട്ടുകാരായപ്പോൾ വളരെ അഭിവൃദ്ധി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റിലാണ് വരുന്നത്. എന്താ നമസ്കാരം. അപ്പം അങ്ങനെ മഹാവിഷ്ണു ക്ഷേത്രം, അപ്പം അതിനോട് ഇങ്ങനെ ചേർന്നിട്ട് തന്നെ ശാസ്താവിൻ്റെ അമ്പലം. മഹാവിഷ്ണു പറഞ്ഞില്ലേ കുളത്തിലേക്കാണ് ദർശനമായിട്ടിരിക്കുന്നത്. എന്താ പറയുക, പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന സ്ഥലമാണ് അമ്പലം പരിസരല്ലേ. നമുക്ക് ശാന്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഇവിടെ കയറി തൊഴുതിട്ട് വരാം. ശാസ്താവിൻ്റെ അവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടേക്ക് ജഗ്ഗു തോർത്തൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുളിക്കാം. നീന്തൽ പഠിപ്പിക്കലുണ്ടോ അവിടെ? നീന്തൽ പരിശീലനം ഉണ്ടാ? ഇല്ലേ? ഇവിടെ എങ്ങനെ നന്നായി ആളുണ്ടാ? ഞങ്ങള് ഇവിടേക്ക് വന്നതാണ്. ഞങ്ങള് മറ്റേ പൊങ്കാലയും ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വന്നതാണ് ബാക്കി ഷൂട്ട് ചെയ്യാൻ. സൗണ്ട് കേൾക്കണേ, അത് ഇതിന്നല്ലേ? ഞാനിത് എന്നിട്ട് ഈ കുളത്തിൽ ഇങ്ങനെ ഒരു സൗണ്ട്. നിങ്ങളെ സിനിമയിലെടുത്തു നീന്തൽ മത്സരം അവര് രണ്ടുപേരും പോയി വരട്ടെ മത്സരം. റെഡി, ഞാൻ സ്റ്റാർട്ട് പറയാം. അവര് ഇനി ആരും ഇങ്ങോട്ട് തിരിയില്ലേ, ക്യാമറ ഓഫ് ആക്കിയാലേ തിരിയുള്ളൂ. നിങ്ങളറിയില്ലടാ, ആളറിയില്ലേ? അല്ല നിങ്ങളറിയില്ല ആളെ? ഇവര് അജൂസ് എന്ന് പറഞ്ഞിട്ട്, അജൂസ് എന്നല്ലേ യൂട്യൂബർ. ഇതൊക്കെ എങ്ങനെ അറിയാനാ പിള്ളേര്? പിള്ളേരില്ലാത്ത നീന്തല്ലേ രണ്ടുപേരും? അവിടെ ഒരു പാറയുണ്ട്, അത് ടച്ച് ചെയ്താണ് സെന്ററിലായിട്ട് അവര് വാദിച്ചു വരുന്നു. അത് കഴിഞ്ഞ താഴ്ചയെന്ന് അവിടെ കുളിച്ചാൽ മതി. ചേറുണ്ട് അവിടെ.
നീന്ത് അവിടേക്ക് നീന്ത്, പതുക്കെ നീന്ത്, അങ്ങോട്ട് നീന്ത്. അവരെ ചേട്ടന്മാരെ അനിയന്മാരെ ചേട്ടന്മാരെ അവർക്ക് നീന്ത്. അവിടെ സ്റ്റെപ്പുകളുണ്ടാവും, ഇനി സ്വല്പം കൂടി അല്ലെങ്കിൽ ഇറങ്ങണം. അയ്യോ നമുക്ക് കാലുവേനെടുക്കോ? മതി ഞങ്ങൾ പോണ്ട. അപ്പൊ ജഗ് കുളിക്കുകയാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് എവിടെ മുട്ടിടിച്ചാ ചോര വരണ്ട? അപ്പൊ വല്ലാണ്ട് നീന്തണ്ട. ഉണ്ണി അങ്ങോട്ട് പോണ്ട വല്ലാണ്ടപ്പോ. ആ പരിചയമില്ലാത്ത കുളത്തില് ഒരിക്കലും നീന്താൻ പാടില്ല. നമുക്ക് പരിചയമില്ലാത്ത കുളത്തിലേ അവർക്കറിയാം. അവര് എന്നും കുളിക്കുന്നവരാണ്. അവർക്ക് എവിടേക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അവിടെയാണോ പാറ?